ഇശായുടെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തിനെ വിത്ർ നിസ്കാരത്തോട് ചേർത്ത് നിസ്കരിക്കാമോ എന്നാണ് ഒരു ചോദ്യമായി വന്നിട്ടുള്ളത്. അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലെങ്കിൽ നിസ്കാരങ്ങൾ എന്നതിന് പകരം സുന്നത്തായ ഒരു ഇബാദത്തും ഫർലായ ഇബാദത്തും ചേർത്തിക്കൊണ്ട് നിർവഹിക്കാവുന്നതുമുണ്ട്, നിർവഹിക്കാൻ പറ്റാത്തതുമുണ്ട്. അപ്പോൾ ഇതിൽ ഏത് എന്ന് നമ്മൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. ചിലത് നമുക്ക് പറ്റും, ചിലത് പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലഹുർ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ടാണ് പ്രവേശിക്കുന്നതെന്ന് വിചാരിക്കുക. ആ സമയത്ത് പള്ളിയിൽ കയറുമ്പോഴുള്ള 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരവും അതോടൊപ്പം തന്നെ ലഹുറിൻ്റെ മുമ്പുള്ള 4 റക്അത്തിലെ 2 റക്അത്തും കൂടി ഒന്നിച്ച് എന്ന് ഒരാൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂലി കിട്ടും. എന്നാൽ ഈ ലഹുറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ കൂടെ ലഹുറിൻ്റെ ശേഷമുള്ള 4 റക്അത്ത് ഞാൻ മുന്തി നിസ്കരിക്കുന്നു എന്നൊരാൾ കരുതാൻ പറ്റുമോ? അത് പറ്റില്ല. ലഹുറിൻ്റെ ശേഷമുള്ള 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് ലഹുറിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ സമയം കിട്ടാത്ത 4 റക്അത്ത് ഇവിടെ ഇതിൻ്റെ കൂടെ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാൻ പറ്റുമോ? അത് പറ്റില്ല. എന്നതുപോലെ 2 നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിക്കാൻ പറ്റാത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് വിത്തറും ഇശായിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരവും. വിത്തർ എന്ന് പറയുന്ന നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത, 1 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാലും അത് വിത്തറാണ്. എന്നാൽ ഇശായിൻ്റെ ശേഷമുള്ള റവാത്തിബ് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണുള്ളത്. അത് 1 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുകയില്ല. ഇനി ചിലപ്പോൾ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് 3 റക്അത്തുള്ള വിത്തറാണ് ഒരാൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ 2 റക്അത്ത് ഇശായിൻ്റെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ 2 റക്അത്തുള്ള ഇശായുടെ റവാത്തിബിൻ്റെ കൂടെ 2 റക്അത്ത് വിത്തറും കൂടെ, അല്ലെങ്കിൽ വിത്തറിലെ 3 റക്അത്തിൽ 2 റക്അത്തും പിന്നീട് അത് കഴിഞ്ഞ 1 റക്അത്ത് വിത്തറും നിസ്കരിക്കാം എങ്കിൽ 3 റക്അത്തിൻ്റെ വിത്തറും 2 റക്അത്തിൻ്റെ ഇശായിൻ്റെയും കൂലി കിട്ടുമോ എന്നുള്ളതാവും. അത്തരം ഒരിക്കലും അങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്തൊരു നിസ്കാരമാണ് ഇത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ റമദാനിലൊക്കെ സമയത്ത് ഇശാ ജമാഅത്ത് ഒരാൾ നിസ്കാരത്തിൽ ഇശാ ജമാഅത്ത് കഴിഞ്ഞു, അദ്ദേഹം പള്ളിയിലേക്ക് അദ്ദേഹം വിത്തർ ഇശാൻ്റെ ശേഷമുള്ള നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് പള്ളിയിലെ തറാവീഹ് തുടങ്ങുകയാണെങ്കിൽ സാധാരണ നമ്മൾ പറയാറുള്ളത്, ആ തറാവീഹിൻ്റെ കൂടെ ഇശായിൻ്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി അദ്ദേഹം എന്താക്കുക, കൂടുകയാണ് വേണ്ടത്. ആ 2 നിസ്കരിക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം പിന്നീട് തറാവിയിലേക്ക് അദ്ദേഹം കയറുന്ന രീതിയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ആ വിഷയത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അഥവാ തറാവീഹ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇശാ നിസ്കരിച്ചിട്ടില്ല, ആ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ തറാവീഹയുടെ കൂടെ ഇശാ നിസ്കരിക്കാം, തുടരാം, ഇശാ നിസ്കരിക്കാം. അങ്ങനെ ചെയ്യുന്ന ഇശാ നിസ്കരിക്കാം. അപ്പൊ ഇശാന്റെ കൂലിയാണ് കിട്ടുക, തറാവിന്റെ കൂലിയല്ല. അതെ. അത് കഴിഞ്ഞപ്പോൾ ഇശാന്റെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്ഥിരമായി റവാത്തിബ് നിസ്കാരങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അതിലൊരു വിട്ടുവീഴ്ച ഇല്ലാതെ കൊണ്ടുപോകുന്ന ആളാണ്. ഇദ്ദേഹം കാരണവശാൽ ഇഷാന് അവസാനത്തെ റക്അത്തിൽ എത്തിയതെന്ന് വിചാരിക്കുക. ഇമാമ് സലാം വീട്ടി പിന്നീട് അദ്ദേഹം 4 റക്അത്ത് മടക്കി നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്കിനും മറ്റുള്ള ആളുകൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് തറാവിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇശാന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആ ഇശാന്റെ 2 റക്അത്ത് എന്നുള്ള നിയ്യത്തോടു കൂടി തറാവീഹ് നിസ്കാരത്തിൽ എന്താക്കാവുന്നതാണ്, പ്രവേശിക്കാവുന്നതാണ്. അവിടെ ഇശാന്റെ 2 റക്അത്തും തറാവീഹും എന്ന് പറഞ്ഞുകൊണ്ട് എന്തില്ല, കയറുന്ന രീതി ഉണ്ടാവില്ല. അപ്പോൾ ഒരുമിച്ച് കൂട്ടാവുന്ന നിസ്കാരങ്ങളുണ്ട്, ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്ത നിസ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ഇശാന്റെ ശേഷമുള്ള സുന്നത്തും വിത്തറും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനത്തെ ആളുകൾ 1 റക്അത്ത് വിത്തർ നിസ്കരിക്കുക, ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത് വിത്തർ നിസ്കരിക്കുക, 2 റക്അത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇശാന്റെ ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.